നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ഇന്ന് CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഏകസ്വരത്തിൽ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനം കേന്ദ്ര സർക്കാർ അദാനി ഗ്രൂപ്പിന് കൈമാറാൻ ഒരുങ്ങിയപ്പോഴാണ് 300 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന കമ്പനി വെറും 30 കോടി രൂപയ്ക്ക് ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സ് സർവീസ് എന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് വിൽക്കാൻ നാഷണൽ കമ്പനി ട്രിബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡിൻ്റെയും സംയുക്ത സംരംഭമായ കമ്പനിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒത്താശയോടെ ചുളുവിലയ്ക്ക് സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നത് എന്നോർക്കണം. 2013 കാനറ ബാങ്കിൽ നിന്നും എടുത്ത 45 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതാണ് ഈ കൈമാറ്റത്തിന് കാരണമായത്. പക്ഷേ കോടതി വിധി വന്നപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമെല്ലാം ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത്. ഇതിൻ്റെ നാൾ വഴികളിലേക്ക് പോകാം. ഇപ്പോൾ വായ്പാ കുടിശ്ശിക തുടർച്ചയായി അടയ്ക്കാതെ വന്നപ്പോഴാണ് കാനറ ബാങ്ക് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഈ സാഹചര്യത്തിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കേസുമായി ബന്ധപ്പെട്ട വിസ്താരം പലതവണ നടന്നിട്ടും വായ്പാ തിരിച്ചടയ്ക്കാൻ കമ്പനി നടത്തിപ്പുകാരായ കേരള സർക്കാർ യാതൊരു താൽപ്പര്യവും കാണിക്കാഞ്ഞതോടെയാണ് സ്റ്റീൽ കോംപ്ലക്സ് ചുളുവിലയ്ക്ക് കൈമാറാൻ നാഷണൽ കമ്പനി ട്രിബ്യൂണൽ ഉത്തരവിട്ടത്. ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് പൊതുവെയുള്ള ആരോപണം. 300 കോടിയുടെ ആസ്തിയുള്ള കമ്പനി 30 കോടി കൊടുക്കും, എന്തുകൊണ്ട് നിങ്ങളിതിന് പോയില്ല? സത്യം പൊതുമേഖലയിൽ നിലനിർത്തേണ്ട സ്ഥാപനം നിങ്ങളെങ്ങനെ കൈവിട്ടു? കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു ദുരൂഹതയുണ്ട്. തീർച്ചയായിട്ടും ദുരൂഹതയുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എടുത്തു വന്നു റെസൊല്യൂഷൻ? കാരണം സാധാരണഗതിയിൽ വ്യവസായ വകുപ്പിൻ്റെ മന്ത്രിയുടെ അനുവാദമോ അനുമതിയോ ഇല്ലാതെ ഒരിക്കലും ഉദ്യോഗസ്ഥർ ഒപ്പിടില്ല. അത് സത്യമാണ്. ഒരിക്കലും ഒപ്പിടുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്, അത് അന്വേഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഒന്ന്, നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ഇത് പ്രത്യേകിച്ച് ഒരു ലെഫ്റ്റ് ഗവൺമെൻറ്. ലെഫ്റ്റ് ഗവൺമെൻറ് എല്ലാ കാലത്തും കേന്ദ്രത്തിൽ ലെഫ്റ്റും കോൺഗ്രസും കേന്ദ്രത്തിനെതിരെ നിരന്തരമായി ആക്ഷേപിക്കുന്നതാണ്. എയർപോർട്ട് വിറ്റു, സീപോർട്ട് വിറ്റു, പൊതുമേഖല നശിപ്പിക്കുന്നത് കേന്ദ്രത്തെ കുറിച്ച് പറയുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു പൊതുമേഖല എങ്ങനെ അവർ കൈവിട്ടു? ഇത്രയും ആസ്തിയുള്ള കൈവിട്ടു കോഴിക്കോടിൻ്റെ കണ്ണായ സ്ഥലത്ത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായും സർവകക്ഷി യോഗം വിളിക്കണം. ഇത് വാങ്ങിയിട്ടുള്ള സ്വകാര്യ ഏജൻസിയെ വിളിച്ചു വരുത്തി കേട്ടോ, അത് തിരിച്ച് ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നാണ് നമ്മുടെ ഒരു ആവശ്യം. നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനം അവരുടെ യാതൊരു താല്പര്യവും കണക്കിലെടുക്കാതെ ഇങ്ങനെ കൈമാറാൻ അവസരമൊരുക്കിയതിന് പിന്നിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ പ്രതികളാണെന്ന് പൊതുജനം ആരോപിക്കുന്നു. ഇതിനെതിരെ INTUC കടുത്ത പ്രതിഷേധം അറിയിച്ചു. ഒരു കമ്പികൾ വാങ്ങാൻ ആളുകൾ വേണം, TMT കമ്പികൾ വാങ്ങാൻ ആളുകൾ വേണം. സർക്കാർ തന്നെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇരുമ്പ് കമ്പിയുടെ 30% സർക്കാർ എടുക്കണം എന്ന നിബന്ധന വെച്ചു. പക്ഷേ സർക്കാർ അതിൽ നിന്ന് പിറകോട്ട് പോയി. സർക്കാർ അത് സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ പോലും ഇറക്കിയില്ല. നമ്മുടെ ബഹുമാന്യനായ MK രാഘവൻ ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തിലും കേരളത്തിലും ഇത് സംബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കേരള സർക്കാർ ഒരു നോട്ടിഫിക്കേഷൻ പോലും ഇത് സംബന്ധിച്ച് ഇറക്കാത്തതാണ് ഇന്ന് ഈ കമ്പനിയെ ഇത്തരമൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ കാരണമായിട്ടുള്ളത്. INTUC മാത്രമല്ല, CITU ഉൾപ്പെടെയുള്ള സംഘടനകളും ഇന്ന് കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതോടെ സർക്കാർ കോടതി വിധിക്കെതിരെ അപ്പീൽ പോയിട്ടുണ്ട്. വ്യവസ്ഥകൾ പാലിക്കാതെയാണ് കമ്പനിയുടെ ഭൂമി കടബാധ്യതയിൽ ഉൾപ്പെടുത്തിയതെന്നും സർക്കാരിൻ്റെ വാദം കേൾക്കാതെയാണ് വിധി ഉണ്ടായതെന്നുമാണ് വ്യവസായ മന്ത്രി P. രാജീവ് ഇപ്പോൾ പറയുന്നത്. പ്രശ്നപരിഹാരത്തിനായി കാനറ ബാങ്കുമായി 3 തവണ യോഗം ചേർന്നിരുന്നെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ സ്റ്റീൽ കോംപ്ലക്സിനെ സംരക്ഷിക്കാൻ കേന്ദ്ര സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ യാതൊരു താൽപ്പര്യവും കാണിച്ചില്ലെന്നും മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. സ്വകാര്യ മേഖലയ്ക്ക് കൂട്ടുനിൽക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം സ്വാഭാവികമാണ്. അതേസമയം തൊഴിലാളികളുടെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന
CPM ഭരിക്കുന്ന CPM മന്ത്രിയുടെ കീഴിലുള്ള ഈ സ്ഥാപനം സംരക്ഷിക്കുന്നതിൽ എന്തുകൊണ്ട് വീഴ്ച വന്നു എന്ന ചോദ്യം അപ്പോഴും ഇവിടെ പ്രസക്തമാണ്. വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾക്കൊണ്ട പ്രക്രിയ നടപടിക്രമങ്ങളാണ് നാഷണൽ ലോ ട്രൈബ്യൂണലിൽ നടന്നിരിക്കുന്നത് എന്നത് വാസ്തവമാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് സർക്കാർ അറിയില്ല എന്നാണ് വ്യവസായ മന്ത്രിയും പറയുന്നത്, സ്ഥലം MLAയും പറയുന്നത്. അപ്പോൾ ഇതിലാകെ ആശയക്കുഴപ്പം വന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ തൊഴിലാളി സംഘടനകളും ഈ കമ്പനി ഒരിക്കലും സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ല, മറ്റ് കമ്പനികൾക്ക് മാറാൻ സമ്മതിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഏതായാലും ഉത്തരവിലെ പോലെ കമ്പനി സ്വകാര്യ മേഖലയ്ക്ക് ചുളുവിലയ്ക്ക് കൈമാറാൻ ഇവിടുത്തെ ജനം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം തുടരുമെന്ന കാര്യവും ഉറപ്പാണ്.